സോ ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ടാണ് ഞാൻ 10:30 വരെ കിടന്നുറങ്ങണത്. ലൈക്ക് എനിക്ക് അത്രയും സമയം ഉറങ്ങാൻ പറ്റാറില്ല. വീട്ടിലാണെങ്കിലും മാക്സിമം ഒരു 9 o'clock വരെയൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റാറുള്ളൂ. പിന്നെ ഞാൻ ഉണർന്ന് കിടക്കും, റീൽസ് കാണും, അങ്ങനെയൊക്കെ. ഇന്ന് ഞാൻ 10:30 ആയില്ല കേട്ടോ, 10 മണി വരെ ഞാൻ ഉറങ്ങി. ഐ ഫീൽ പ്രൗഡ്. എന്നിട്ട് പുറത്ത് ഇങ്ങനെ ഓരോ വീടിൻ്റെ ടെറസിൽ നോക്കിയാൽ നമുക്ക് ഓരോരോ ഇത് കാണാൻ പറ്റും. ചില ടെറസിൽ കൊച്ചു പിള്ളേർ നിൽക്കുന്നു, ചിലതിൽ അമ്മമാർ തുണി വിരിച്ചിരുന്ന്, വേറൊരെണ്ണത്തിൽ ആർക്കോ റീൽസ് എടുത്ത് കൊടുക്കണം ഒരു ചേട്ടൻ. ഓക്കെ, അങ്ങനെ ഞാൻ ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇനി ഫുഡൊന്നുമില്ല. അപ്പം ഒരു 2 ആഴ്ച മുൻപായിട്ട് നമ്മൾ അവലും ശർക്കരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഗതികേട് വരുമ്പോൾ കഴിക്കാൻ വെച്ചേക്കണം, ഒരു എമർജൻസി ഫുഡായിട്ട്. സോ നമുക്ക് ഇനി അത് കഴിക്കാം. സോ അങ്ങനെ അവലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ചെറിയ ഡൗട്ട്, ഇത് അവൽ തന്നെയെന്ന്. ഇത് കടിച്ചിട്ട് പൊട്ടണില്ല. ലൈക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ചവയ്ക്കണം, എന്നാലേ അത് പൊട്ടണുള്ളൂ. അപ്പോൾ ഇത് അവലല്ലേ? ഇതിൻ്റെ പാക്കറ്റിലിരിക്കുന്നത് അവലാക്കി എന്ന് വെച്ചാൽ അറിഞ്ഞൂടാ, കഴിക്കാം. വേറെ ഒന്നുമില്ല, നമുക്ക് കഴിച്ചേ പറ്റൂ. കുറച്ച് സമയത്തിന് ശേഷമാണ് മനസ്സിലാക്കിയത് അത് അവലായിരുന്നില്ല. പോഹ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു റൈസ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ അത് ഫ്ലോപ്പായി. പിന്നെ വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത്. അപ്പം ഇവിടെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്. അപ്പം ഞാൻ പണ്ട് വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഫുഡ്, തലശ്ശേരി ദം ബിരിയാണി. അങ്ങനെ അതും ഓർഡർ ചെയ്ത്. അങ്ങനെ സാധനം കയ്യിൽ കിട്ടി. അപ്പോൾ ഒരു 12 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വിശന്നിട്ടാണെങ്കിൽ ഇരിക്കാൻ വയ്യ. ഞാൻ അപ്പം തന്നെ എൻ്റെ കൺട്രോൾ പോയിട്ട് അത് കഴിച്ചു. ലൈക്ക് അതത്ര അടിപൊളി അങ്ങനെയല്ല, പക്ഷെ നമുക്കൊരു ആശ്വാസത്തിന് വേണമെങ്കിൽ കഴിക്കാം. ലൈക്ക് ഒരു മലയാളി കൈൻഡ് ഓഫ് റൈസൊക്കെ ആയിരുന്നു. അപ്പം നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കഴിച്ചിട്ട്. പിന്നെ അവിടെ ഉണ്ടായത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഉറക്കം ഉറങ്ങിയത്. ഒരു കുട്ടി പർച്ചേസ് ഉണ്ട് 1 വീക്കിലെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. സോ നമുക്ക് പുറത്ത് പോവാം. മെയിൻ ഹൊസൂറിൽ ഞാൻ പോയില്ല. ജസ്റ്റ് ഇവിടെ അടുത്ത് ഞാൻ മുട്ട കിട്ടുന്ന കട കണ്ടുപിടിച്ച് അവിടെ നിന്ന് മുട്ട മേടിക്കണം. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകണം. ഇതൊരു കുട്ടി ഷോപ്പിംഗ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ജോയിൻ ഒരു ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് കടയും കാര്യങ്ങളൊക്കെ പരിചയമില്ല. അപ്പം ആ ചേച്ചിയും കൂടെ പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടാനായിട്ട്. സോ നമുക്ക് എന്തായാലും പോവാം. ഇവിടെ നല്ലൊരു മഴ പെയ്യും. ഇവിടെ ഫുള്ള് നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നു PG. അങ്ങനെ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള സാധനം വാങ്ങിയില്ല. ഒരു 2-3 ദിവസം കഴിക്കാനായിട്ട് ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പീനട്ട് ബട്ടർ, പിന്നെന്താണ് യോഗട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ബേക്കറി ഇല്ലേ, അവിടെയൊക്കെ പോയി ഒരു ചായയും കുടിച്ച് നേരെ തിരിച്ച് PGയിലോട്ട് വന്ന്. ഇവിടെ ഇന്ന് പതിവില്ലാത്ത ഞാൻ വന്നതിന് ശേഷമുള്ളൊരു ഏറ്റവും വലിയ മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പം നല്ലൊരു തണുപ്പും ലൈക്ക് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞാൻ വായി നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ് ഫ്രഷായി. അലക്കിയിട്ടില്ല. അലക്കാൻ വാഷിംഗ് മെഷീൻ ഇനി ക്യൂ നിൽക്കുന്നുണ്ട്. ഇനിയും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഭയങ്കര മഴയാണ്. ഇനി അലക്കിയിട്ടാലും മിക്കവാറും ഇനിയും മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ബേസിക്കലി മടി, അതാണ് മെയിൻ റീസൺ. ഓക്കെ, ഇനി ഞാൻ രാവിലെ തൊട്ട് ഒരു ഫിലിം കണ്ടു തുടങ്ങി. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മെയ്യഴകൻ എന്ന് പറയും. സോ അത് നല്ല സിനിമയാണെന്ന് ലൈക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവിടെ വിഭു എന്ന് പറയും, എൻ്റെ കൊളീഗാണ്. അപ്പം പുള്ളിക്കാരൻ ഭയങ്കര ഇങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് മൂവി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനെ റിവ്യൂ ആയിട്ടൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. സോ നമ്മളിങ്ങനെ കമ്പനി ആയപ്പം ഇങ്ങനെ കമ്പനി ആയത് തന്നെ ഈ മൂവി ഇങ്ങനെ പറഞ്ഞാണ്.
പുള്ളിക്കാരൻ റെക്കമെൻഡ് ചെയ്തൊരു മൂവിയാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. സോ ഇന്ന് ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ ഉറങ്ങിപ്പോയി, സിനിമ കണ്ട് ഉറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് ലാഗ് അടിക്കേണ്ട ഒരു സിനിമയാണെന്ന്. കുറച്ച് ലാഗ് ഉണ്ട്, ഇങ്ങനെ പതിയെ പോകണുള്ളൂ സീൻസൊക്കെ. അങ്ങനെ ഞാൻ കുറച്ചങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ പുറത്തൊക്കെ പോയി വന്ന് ഇനി ബാക്കി അത് കാണണം. 1 മണിക്കൂർ ആയതേ ഉള്ളൂ, ഇനിയുമുണ്ട് 1 മണിക്കൂറും കൂടെ. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നറ്. എനിക്കിഷ്ടമുള്ള യോഗട്ടിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു സംഭവം വന്നിട്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇതത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും യോഗട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽത്തി എന്ന് പറഞ്ഞ് എന്നെ തന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ച് വാങ്ങിയതാണ്. ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ വ്ളോഗ് എടുക്കുമ്പം അതിന് ഔട്ട്രോ കൊടുക്കാൻ, മീൻസ് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ മറന്നു പോവും. ഞാൻ വിചാരിച്ച് ഇന്ന് മടിയാണ്, ബേസിക്കലി എല്ലാം മടിയാണ്. ഞാൻ എന്തായാലും വിചാരിച്ച് ഇന്ന് എന്തായാലും കൺക്ലൂഡ് ചെയ്യണം നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കണതാണ്. സോ ഇനി ഞാൻ സിനിമ കാണാൻ പോവുകയാണ്. ഇനി ഇത് ഡിന്നറും ഇതൊക്കെ തന്നെ, ഇത് കഴിച്ച് സിനിമ കാണും. ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയണത്. സോ അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മിനിറ്റ്സ് ഒക്കെ കാണുള്ളൂ എന്ന് തോന്നുന്നു. വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര റിലാക്സ് ഇതിലായിരുന്നു. ലൈക്ക് രാവിലെ എണീറ്റ് സിനിമ കണ്ടു, ഫുഡ് കഴിച്ചു, അങ്ങനത്തെ ഒരു സൺഡേ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ട്. ഇനി ഓക്കെ, അങ്ങനെ സൺഡേ കഴിഞ്ഞ് ഇനി ഒരു ആഴ്ച ഇനി തള്ളി നീക്കണം. ഓക്കെ, അതൊക്കെ തന്നെ. സോ ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പം തീരെ ആക്റ്റീവ് അല്ല യൂട്യൂബിൽ. ലൈക്ക് ഞാൻ പണ്ടൊക്കെ ഒരു 2 ഡേയ്സ് കൂടുമ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. ഇപ്പം സമയമില്ല, അതുപോലെ സമയമില്ല. അതാണ് മെയിൻ റീസൺ. എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് കൺക്ലൂഡ് ചെയ്യാൻ മറന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട്, എഡിറ്റ് ചെയ്യാൻ മൂടില്ല. സോ അതൊക്കെയാണ്, അങ്ങനെയാണ് ഇപ്പോൾ ലൈഫൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണത്. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെ. ഇനിയപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.